കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് കുഞ്ഞു കുട്ടികളുടെ വൈകാരിക വളർച്ചയുടെ ചില ഘട്ടങ്ങളൊന്ന് നോക്കാം. അതെങ്ങനെയാണ് അവർക്ക് വലുതാകുമ്പോഴത്തേക്കിനും അവരുടെ ചില കാര്യത്തിൽ അത് ബാധിക്കുന്നതും അതെങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ജന്മന കുഞ്ഞുങ്ങൾക്ക് ദൈവം ചില ഇൻബോൺ റിഫ്ലെക്സസ് തന്നിരിക്കുകയാണ്. നമ്മളൊരു കുഞ്ഞ് ജസ്റ്റ് ജനിച്ച കുട്ടിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലാക്കാം. ചില റിഫ്ലെക്സസ് നമ്മൾ പീഡിയാട്രിക്സിൽ പഠിക്കുന്നത് റൂട്ടിംഗ് റിഫ്ലെക്സ്, സക്കിംഗ് റിഫ്ലെക്സ്, ഗ്രാസ്പ് റിഫ്ലെക്സ്, ഹെഡ് ടേണിംഗ് റിഫ്ലെക്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റൂട്ടിംഗ് റിഫ്ലെക്സ്, ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് ജസ്റ്റ് ജനിച്ച കുഞ്ഞാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിൻ്റെ വിരൽ നമ്മുടെ വിരലിലോട്ട് ഇങ്ങനെ ഒരുമിച്ചാക്കും. ഇറ്റ്സ് എ ഗ്രാസ്പ് റിഫ്ലെക്സ്. റൂട്ടിംഗ് ആൻഡ് സക്കിംഗ് റിഫ്ലെക്സ്, നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് വായിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി സക്ക് ചെയ്യാനായിട്ട് തല തിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കുഞ്ഞിനെ ജനിക്കുമ്പോഴേ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു മെയിൻ അറ്റാച്ച്മെൻറ്റ് ഫിഗറിനോട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ജന്മന ഉണ്ട്. കുഞ്ഞ് കരയുന്നത്, ഈ കരയുന്ന സിഗ്നൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ് സിഗ്നലാണ്. ആദ്യത്തെ 6 മാസത്തിനകം കുഞ്ഞിന് അമ്മയുടെ ശബ്ദമോ അമ്മയുടെ മുഖം കാണുമ്പം ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ അമ്മ അല്ലെ അമ്മയുടെ സ്ഥാനത്തിൽ ഇപ്പം അച്ഛനാകാം, അപ്പനാകാം, അല്ലെ ആരാ മെറ്റേണൽ കെയർ ഗിവർ, ആ ആളോടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ആൾ എടുക്കുമ്പോഴായിരിക്കും ഏറ്റവും ശാന്തമാകുന്നത്. അല്ലെ ആ ആളൊരു പ്രത്യേക രീതിയിൽ ആട്ടുമ്പോഴത്തേക്കിനായിരിക്കും ആ കുഞ്ഞ് ശാന്തമാകുന്നത്. കുഞ്ഞ് പല പ്രാവശ്യം അടുത്തൂടെ പോകുമ്പോഴായിരിക്കും ദേഹം ഇങ്ങനെ പൊക്കുന്നത്, എന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ. ഇറ്റ് ഇസ് കോൾഡ് ആൻ ആൻറ്റിസിപ്പേറ്ററി പോസ്ചർ. കൊച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊച്ചിനെ എടുക്കുന്നു. അപ്പം ഇതെല്ലാം കുഞ്ഞ് അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കുഞ്ഞിനെ ഇച്ചിരി നേരം മാറ്റുമ്പം കൊച്ചിന് ആകെ അസ്വസ്ഥതയായിരിക്കും. കൊച്ച് അറിയാത്ത ആളുകൾ, ഇപ്പം കൊച്ചിനെ അറിയാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ആളുകളല്ല കുഞ്ഞിനെ അറിയാത്ത ആളുകൾ. കൊച്ച് എല്ലാം ദിവസം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാത്ത ഏതാളും കൊച്ചിനൊരു സ്ട്രേഞ്ചറാണ്, ഒരു അറിയാത്ത വ്യക്തിയാണ്. അപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് നല്ല പരിചയമുള്ള ആൾ, പക്ഷെ കുഞ്ഞിന് പരിചയം അല്ലാത്ത ഒരാളെ പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യത്തിന് കുഞ്ഞിനെ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി അസ്വസ്ഥത തോന്നും, ഒരു ഡിസ്ട്രെസ് തോന്നും, ഒരു ആങ്സൈറ്റി തോന്നും, ഉത്കണ്ഠ. നമുക്ക് ഉത്കണ്ഠ എങ്ങനെയാണ് തോന്നുന്നത്? നമുക്ക് പെട്ടെന്നൊരു നെഞ്ചിടിപ്പ് വരുന്നു, നമുക്കാകെ ഒരു അസ്വസ്ഥത, വെപ്രാളം പോലെ ആ ഫീലിംഗ് ആണ് കുഞ്ഞിനും വരുന്നത്. പല പ്രാവശ്യം ഞാൻ കാണാറുണ്ട്. ശരിക്കും സ്നേഹം കൊണ്ടായിരിക്കാം, അറിവില്ലായ്മയും കൊണ്ടായിരിക്കാം, പല പ്രാവശ്യം നല്ല സന്തോഷത്തോടെ ഒരു അമ്മ അല്ലെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ വേറെ ആരെങ്കിലും ചാടി കയറി വന്ന് ഒറ്റ എടുക്കും, കൊച്ചിനെ മാറ്റും. കൊച്ച് അപ്പം തന്നെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. ശരിക്കും കൊച്ചിന് അവിടെ കൊച്ച് ഉത്കണ്ഠ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേയേറെ കുഞ്ഞുങ്ങളുടെ ഈ സൈക്കോളജി മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്ന് കുഞ്ഞുങ്ങളെ അറിയാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കത്തുമില്ല. 2, നമുക്ക് കുഞ്ഞിനെ നമ്മളെ അത്രയും പരിചയമില്ലെങ്കിൽ നമ്മുടെ രസത്തിന് വേണ്ടി നമ്മൾ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് കൊണ്ടുപോകത്തുമില്ല. ഒരു ആദ്യത്തെ വർഷം തീരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു സ്ഥിരമായിട്ടൊരു മദർ ഫിഗർ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കുഞ്ഞിന് മനുഷ്യരോട് ഒരു ബേസിക് ആയിട്ടൊരു വിശ്വസ്തത, ട്രസ്റ്റ് കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യും. 2, ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സൈക്കോളജിയിൽ ബോണ്ടിങ് എന്ന് പറയും. ബോണ്ടിങ്, BONDING. ഈ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് കുഞ്ഞിനെ സംബന്ധിച്ച്. ഈ ബോണ്ടിങ് നന്നായിട്ട് നടന്ന കുഞ്ഞിന് ജീവിതത്തിൽ മുമ്പോട്ട് നന്നായിട്ട് റിലേഷൻഷിപ്സിലെ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇതിൽ ഈ ഒരു ബോണ്ടിങ് നന്നായിട്ട് വരണമെങ്കിൽ ഒന്ന്, കുഞ്ഞിനെ ഒരേ വ്യക്തിയായിരിക്കണം ഏറ്റവും കൂടുതലായിട്ട് ഒരു സ്ട്രെസ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പം ഈ മദർ അല്ലെ ഈ മദർ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് ചിലപ്പോൾ അപ്പനായിരിക്കാം, അല്ലെ ഏതെങ്കിലും ഒരു മദർ ഫിഗർ ആയിരിക്കാം. ഇറ്റ് മസ്റ്റ് ബി റെഗുലർ. 2, പെറ്റുന്നിടത്തോളം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, പെറ്റുന്നിടത്തോളം കുഞ്ഞുങ്ങളെ
ഈ ഒരു ഘട്ടത്തിൽ ഈ കൊച്ചു പ്രായത്തിൽ നമ്മൾ അപ്പൻ്റെ അല്ലെ അമ്മയുടെ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പേരൻറ്റ് ഫിഗറിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. തീർത്തും നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രം, അതിനും ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ രണ്ട് കാര്യം നമ്മളുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ വർഷത്തിനകം നമ്മൾ ഷുവർ ആക്കി വെക്കാണ്. കൺസിസ്റ്റൻറ്റ് റെഗുലർ കെയർ ഫ്രം ദ സെയിം പേഴ്സൺ. 2, അപ്പനെ അമ്മയുടെ നിന്ന് ദൂരെ അകന്ന് പോവാതിരിക്കുന്ന ഒരവസ്ഥ, മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ഇത് രണ്ടും ഇതില്ലാതെ ഈ മാറ്റി ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും ഈ ഒരു കൺസിസ്റ്റൻറ്റ് കെയർ കിട്ടുന്നതാകുമ്പോൾ ബോണ്ടിങ് ഭംഗിയായിട്ട് നടക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, മുമ്പോട്ട് ഒരു അഡൾട്ട് ജീവിതത്തിൽ ഇച്ചിരി വലുതായി കഴിയുമ്പോഴത്തേക്കിന് വലിയതായി കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതൊന്ന്. 2, അവർക്ക് പൊതുവേ എല്ലാവരോടും ഒരു ചെറിയ സംശയമായിരിക്കും, എല്ലാവരും എൻ്റെ എതിരാണെന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പം ഇത് മാത്രമല്ല ഇങ്ങനത്തെ ഫീലിങ്സ് വരാൻ കാര്യം, പക്ഷെ ഇതാണ് ഒരു ഫാക്ടർ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് കുഞ്ഞിനെ പതുക്കെ അമ്മയുടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവ് വരും. അതിൻ്റെ മുമ്പ്, ആ ഒരു ഘട്ടത്തിന് മുമ്പായിട്ട് അമ്മ ഒരു മുറിയിലുണ്ടെങ്കിൽ കുഞ്ഞിന് ഓടി നടന്ന് അവിടെ മൊത്തം നോക്കാനും എക്സ്പ്ലോർ ചെയ്യാനും വേറെ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ധൈര്യമുണ്ട്. പക്ഷെ ഏത് നിമിഷം ഒരു എപ്പോഴും അമ്മയുടെ അടുത്തോ അല്ലെ അപ്പൻ അവിടെ ഉള്ള ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു ശ്രദ്ധ കാണും. എന്തെങ്കിലും ചെറിയൊരു സൗണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഓടി ചെന്ന് കുഞ്ഞ് അച്ഛൻ്റെ മടിയിലോട്ട് ചാടിക്കയറും, അല്ലെ അമ്മയുടെ മടിയിലോട്ട് ചാടിക്കയറും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ആവശ്യമാണ് കുഞ്ഞിൻ്റെ. നമ്മൾ ഉടനെ നീ എന്തിനാ ഇത്രയും പേടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ തള്ളി മാറ്റാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിലോട്ട്, ആ ഒരു സെക്യൂരിറ്റിയിലോട്ട്, ആ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടാൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ കുഞ്ഞിന് ധൈര്യത്തോടെ അമ്മേനെയും വിട്ട് അപ്പനെയും വിട്ട് ഇച്ചിരൂടെ ധൈര്യത്തോടെ കോൺഫിഡൻസോടെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് ആ സ്റ്റേജിൽ കൊച്ചു ഓടി എത്തുവാണെങ്കിൽ കൊച്ചു സെക്യൂറായിട്ട് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ചാടിക്കയറി എടുക്കുകയും ചെയ്യണം. ഈ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും കൊച്ച് ഒറ്റ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന പതുക്കെ ഇപ്പം മറ്റുള്ളവരുടെ കൂടെ കളിക്കാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾ ഒരു 2.5 വയസ്സാകുമ്പം ഒരു കുഞ്ഞ് അവിടെ കളിക്കും, ഒരു കുഞ്ഞ് ഇവിടെ കളിക്കും, കുറച്ച് കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകും. പക്ഷെ ഒരു 2.25-2.5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ആ ഈ കുഞ്ഞും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കാനുള്ള ശ്രമം നടത്തും. ഇനി ഈ ഒരു പ്രായത്തിൽ എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾ മാറ്റി നിർത്തുവാണെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും അവർ ആദ്യം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു പ്രീവിയസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലോട്ട് പോകും. ഇച്ചിടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേജിലോട്ട് പോകും. അതിൻ്റെ നമ്മൾ സൈക്കോളജി പറയുന്ന റിഗ്രഷൻ. എക്സാമ്പിൾ, ചില പിള്ളേർ ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിരുന്നു, അവർ കറക്റ്റായിട്ട് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ പെട്ടെന്ന് അപ്പൻ അല്ലെ അമ്മയുടെ നിന്ന് മാറ്റി നിർത്തുമ്പോഴത്തേക്കിന് കൊച്ചിന് കോൺസ്റ്റിപ്പേഷൻ വരാൻ തുടങ്ങുന്നു, മലബന്ധം വരുന്നു, അല്ലെ മൂത്രം ഒഴിക്കുന്നത് അറിയാതെ പിന്നെ പകലും രാത്രിയൊക്കെ പിന്നെയും പണ്ടത്തെ പോലെ കുഞ്ഞുനാളത്തെ പോലെ വെറ്റാകാൻ തുടങ്ങുന്നു. ചിലപ്പം കുഞ്ഞ് അത്രയും നാളും നന്നായിട്ട് ABC ഒക്കെ എഴുതാനൊന്ന് പഠിച്ച് വരാൻ തുടങ്ങിയത് മൊത്തം ചിലപ്പം മറന്നു പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും നഴ്സറി റൈംസ് അല്ലെ 1 to 3 അല്ലെ ഏതെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല, പഴയ ഒരു സംഭവത്തിലോട്ട് പോകുന്നു. വേറൊരു റിയാക്ഷൻ പിള്ളേർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ വലിയ ഒട്ടലൊക്കെ ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് ഓടി നടന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഏത് നേരം ഒട്ടാൻ തുടങ്ങും. ആ നോക്കുന്ന ആളുടെ അടുത്തോട്ട് ഇങ്ങനെ ഒട്ടി ഏത് നേരം കരഞ്ഞലും മോങ്ങലും ഒക്കെ ആയിട്ട് കൊച്ച് അസ്വസ്ഥപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പല പ്രാവശ്യം നമ്മളൊരു പുതിയ കാര്യം കൊച്ചിനെ പഠിപ്പിക്കാൻ പോവുക, അല്ലെ പുതിയൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പോവുക, ഇപ്പം അത് കൊച്ചിനെ ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള നിസ്സായ അവസ്ഥ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ചില റിയാക്ഷൻസ് പല പിള്ളേരിൽ കാണാറുണ്ട്. ചിലപ്പം ഇച്ചിരി ഓൾഡർ പിള്ളേർ, എനിക്ക് പല പ്രാവശ്യം ഈ സൈക്കോളജിക്കൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലമായിട്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പല പ്രാവശ്യം ഇത് പറ്റുന്ന എപ്പോഴാണ്, പെട്ടെന്ന് അപ്പൻ അല്ലെ അമ്മ ചിലപ്പം ഗൾഫിലോ അല്ലെ പുറത്തോ എവിടെയെങ്കിലും ദൂരെ ജോലിക്ക് പോകുന്ന ഒരു ഘട്ടത്തിലായിരിക്കും കൊച്ച് ആ സ്ട്രെസ്, ആ പേരൻറ്റ് ദൂരെ അകന്ന് പോയതിൻ്റെ ഉത്കണ്ഠ കൊച്ചനുഭവപ്പെടുന്ന ഈ രീതിയിലാണ്.
ചില സമയത്ത് നമ്മൾ കുറച്ച് സമയത്തിന് മാറിപ്പോവാന്ന് ഓർത്തു. ഈ കുഞ്ഞു ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഈ 2.5-3 വയസ്സ് ആ പ്രായത്തിൽ, 4 വയസ്സിലൊക്കെ പ്രായത്തിൽ, അതിൻ്റെ തേരെ കുഞ്ഞു പ്രായത്തിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ ഭയങ്കര ദേഷ്യഭാവം കാണിക്കും. അമ്മ തിരിച്ച് വരുമ്പം ചിലപ്പോൾ ജോലിക്കായിരിക്കും പോയത്, കുറച്ച് മണിക്കൂറിന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കിന് കൊച്ച് ശരിക്കും ഒരു ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങും. ഇത് വളരെ നാച്ചുറലാണ്, വളരെ സ്വാഭാവികമാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്കൊത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് നമുക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആൾ ഇച്ചിരി കൂടുതൽ നമ്മുടെ കൂടെ സമയം ചിലവാക്കണം എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ കുഞ്ഞുങ്ങളിൽ സ്വാഭാവികമാണ്. ചിലപ്പം കൊച്ച് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കും തിരിച്ചു വരുന്നത് ജോലിയുടെ നിന്നോ, അല്ലെ എവിടെ പോയത് തിരിച്ചു വരുമ്പം കൊച്ചിനെ ചാടി കയറി എടുക്കാനൊക്കെ. പക്ഷെ കൊച്ച് നമ്മളെ കണ്ട് മട്ട് കാണിക്കത്തില്ല. അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് പതുക്കെ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ഇരുന്ന് പറയാം, പിള്ളേർക്ക് ഒത്തിരി പിള്ളേർക്ക് വിഷമവും ദേഷ്യവും തോന്നാറുണ്ട് മമ്മിമാരും ഡാഡിമാർ പോകുമ്പോൾ. ചില സമയത്ത് ഇങ്ങനെ പറയുമ്പം കുഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ, അല്ലെ വിഷമങ്ങൾ, അല്ലെ ആ സമയത്ത് കളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. കൊച്ചിൻ്റെ രീതിയാണ് തിരിച്ചാ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട്. അപ്പം നമ്മൾ ശരിക്കും സമയമെടുത്ത് ആ കൊച്ചിനെ ശ്രവിക്കണം. ചില സമയത്ത് കൊച്ചു ഒന്നും പറയത്തില്ല, കൊച്ചു അപ്പോഴും മൗനം പാലിച്ച് ശരിക്കും കൊച്ചിൻ്റെ അസ്വസ്ഥത വാക്കിനാൽ ആക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് പതുക്കെ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ എടുത്തിട്ട് പറയാം, മോൻ എന്ത് ദേഷ്യവും വിഷമവും തോന്നിയാലും മോൻ എപ്പോഴും ഓർക്കണം, മമ്മിയും ഡാഡിയും എവിടെ പോയാലും മോൻ്റെ അടുത്തേ തിരിച്ചു വരത്തുള്ളൂ, അല്ലെ മോളുടെ അടുത്തേ തിരിച്ച് എത്തത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ ഇത് റിയഷ്യൂർ ചെയ്യണം. എവിടെയെങ്കിലും നമുക്കിങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ നമ്മൾ അവരെ ഇട്ടിട്ട് പോകേണ്ടി വരുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു കാര്യം അവരെ ഓർപ്പിക്കണം. മമ്മിയും ഡാഡി ഇതേ തിരിച്ചെത്തും, ഇന്ന സമയത്തെത്തും. ഇപ്പം വൈകുന്നേരം ആണെങ്കിൽ നിൻ്റെ വൈകുന്നേരത്തെ പാല് കുടി കഴിയുമ്പോഴത്തേക്കും മമ്മിയും ഡാഡി എത്തും. ഈ രീതി നമുക്ക് ചെയ്യണം. വേറൊരു സംഭവം നമ്മൾ പല പേരൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി നേരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കിന് അവർക്കൊരു ടെൻഡൻസി ഉണ്ട്, ഒത്തിരി സാധനങ്ങൾ കുഞ്ഞിന് വേണ്ടി കമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അവരുടെ സമയം അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ചിലപ്പം ചോക്ലേറ്റ് ആയിരിക്കും, ചിലപ്പം എന്തെങ്കിലും കളിപ്പാട്ടമായിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. ഇതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പേരൻസ് സ്നേഹം കാണിക്കേണ്ടത് എപ്പോഴും സാധനങ്ങൾ കൊടുത്തിട്ടല്ല. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കുഞ്ഞിന് നമ്മളുടെ കയ്യിലിരിക്കുന്ന പാക്കറ്റിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്, നമ്മളോടല്ല. അവിടെ ആ ഒരു ബന്ധത്തിന് അതൊരു ഡേഞ്ചറാണ്. എന്താന്ന് പറഞ്ഞാൽ മമ്മി വിൽ ബിക്കം, അല്ലെ ഡാഡി വിൽ ബിക്കം മോർ ലൈക്ക് എ സപ്ലൈ മെഷീൻ ഓഫ് ഓൾ ദ ഗുഡി തിങ്സ് ദാറ്റ് ദ ബേബി വാണ്ട്സ്, റാദർ ദാൻ the baby being happy just for having mummy back and daddy back. So ആ ഒരു രീതി നമ്മൾ അവോയ്ഡ് ചെയ്യുക. പല പേരൻസ് ഇത് അവർക്കൊരു കുറ്റബോധം തോന്നുന്നുകൊണ്ട് അത് ചെയ്യുന്ന, അത് ശരിക്കും ഒരു നല്ല പ്രാക്ടീസ് അല്ല. വല്ലപ്പോഴും കൊണ്ടുവരുന്ന അത് വ്യത്യാസം, അത് നല്ലതാണ്. പക്ഷെ എപ്പോഴും ഒരു സ്ഥിരമായിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ആക്കല്ലേ. പിന്നെ വിദഗ്ധർ സാധാരണ പറയാറ്, നമ്മൾ പിള്ളേരെ അപ്പനും അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുമ്പം ഓവർനൈറ്റ്, ദാറ്റ് ഈസ് ഇപ്പം വേറൊരു വീട്ടിൽ നമ്മുടെ ഇപ്പം വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ ഫ്രണ്ട്സ് ഒരു രാത്രി മാറ്റി നിർത്തുന്ന പൊതുവെ 7 വയസ്സ് വരെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താന്ന് പറഞ്ഞാൽ അതെവിടെയോ പിള്ളേർക്കൊരു ചെറിയ അസ്വസ്ഥതയാണ്. ചില പിള്ളേർ അവർ പേരൻസായിട്ട് നല്ലൊരു ബന്ധമാണ്. ചില പിള്ളേർക്ക്, ചില പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള പിള്ളേർക്ക് ഒരു 6-6.5 വയസ്സാകുമ്പം അവർ അങ്ങോട്ട് പറയും, ഞങ്ങൾക്ക് എന്നെ വല്യമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് നിൽക്കണമെന്നോ ആ രീതിയിൽ വല്ലതും പറയുമ്പം വല്യമ്മച്ചിക്കും ബാക്കി എല്ലാവർക്കും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുഞ്ഞിനെ നിൽക്കാം. അല്ലാതെ അതിൻ്റെ മുമ്പത്തെ പ്രായത്തിലെ പിള്ളേർക്ക് അമ്മ ഇല്ലാതെ ദൂരെ നിർത്തുമ്പോൾ അത് അസ്വസ്ഥത കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അടുത്തത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ജോലിക്കോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നെങ്കിൽ പിള്ളേരോട് പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്. അവർക്ക് ഇച്ചിരൂടെ സെക്യൂരിറ്റി തോന്നാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മളവർക്കും വലിയ തലവേദന ആയിരിക്കും, കൊച്ചു കരയാൻ അമ്മ പോകണ്ട അപ്പം പോകണ്ട എന്നൊക്കെ പറയുമായിരിക്കും. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പമ്മി ആരോടും പറയാതെ ഇറങ്ങുന്ന ഒരു രീതി. പക്ഷെ പ്രിയപ്പെട്ടവരെ, കൊച്ചവിടെ കരഞ്ഞാലും നമ്മൾ അതിനെ റിയഷ്യൂർ ചെയ്തിട്ട് നമ്മൾ പോയാൽ നമുക്ക് അത് വലിയൊരു പ്രശ്നമല്ല. ബിക്കോസ് പിള്ളേർക്ക് പൊതുവേ ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അവർക്ക് അപ്പം തന്നെ അവർ കരഞ്ഞ് പറയായിരിക്കും പോകണ്ട. പക്ഷെ അത് താൽക്കാലികമാണ്. ആ രീതിയിൽ പറഞ്ഞിട്ട് തന്നെ ഇന്ന സമയത്ത് ഞാൻ തിരിച്ചെത്തും എന്നാണ് ഇച്ചിരൂടെ ഒരു ഹെൽത്തി രീതി. പിന്നെ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് ചില ഘട്ടങ്ങളിൽ
അപ്പനും അമ്മ എന്തെങ്കിലും കാരണവശാൽ മാറേണ്ടി വന്നാൽ പോലും ഈ ചില ഘട്ടങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ ചില പ്രായങ്ങളിലെ സ്ട്രെസ്സ് പിള്ളേർക്ക് കൂടുതൽ അനുഭവപ്പെടുന്നു. അത് ഈ 8 മാസത്തിൻ്റെ ചുറ്റും പറ്റും. കുഞ്ഞുങ്ങൾ 8 മാസം പ്രായത്തിന്, 18 മാസത്തിൻ്റെ ചുറ്റും പറ്റും, 1.5 വയസ്സിൻ്റെ ചുറ്റും പറ്റും. പിന്നെ 8 വയസ്സ്, വലിയ 8 വയസ്സുള്ള കുട്ടികൾ, ആ 8, 7.5, 8, 8.5 ആ ഒരു ചുറ്റും പറ്റിയുള്ള സമയത്തും പൊതുവെ എന്തെങ്കിലും സെപ്പറേഷൻ മുമ്പോട്ട് വരുന്ന ഒരു ഘട്ടമാണെങ്കിൽ അത് ഈ സ്റ്റേജിൽ പ്ലാൻ ചെയ്യാതെ അല്ലാത്തൊരു സ്റ്റേജിൽ പ്ലാൻ ചെയ്യാനായിട്ട് പേരൻസ് ശ്രമിക്കണം. അഥവാ പേരൻസിന് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നാൽ ഈ ഒരു ട്രാൻസിഷൻ പതുക്കെ ആയിരിക്കണം. അപ്പനും അമ്മ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനിയും തൊട്ട് കൊച്ചിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ആൾ അപ്പനും അമ്മയുടെ കൂടെ നിന്ന് ചെയ്യുന്ന രീതി എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മനസ്സിലാകുന്നു ഇതും അപ്പനും അമ്മ പോലെ ഒരാളാകാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഉള്ളിൽ കിട്ടണം. കുഞ്ഞിനൊരു സെക്യൂരിറ്റി തോന്നുന്നു, അപ്പനും അമ്മ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും ഇയാളും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ തുടങ്ങണമെങ്കിൽ ആദ്യത്തെ ജോലിക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ അല്ല പുതിയ ഒരു ആൾ കൂടെ വന്ന് സഹായിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു 1-1.5, 2 ആഴ്ച മുമ്പേ തന്നെ ആൾ വന്ന് പതിയെ അമ്മ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ 1% മറ്റേ ആൾ ചെയ്യണം. എന്നിട്ട് പതുക്കെ കുറേ ദിവസം എടുത്തെടുത്ത് അമ്മ കുറേ റോള് കുറച്ച് മറ്റാൾ കുറച്ചുകൂടി റോൾ ചെയ്യുമ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾക്ക് ഉൾക്കണ്ട കുറച്ചുകൂടെ അത്രയും വരത്തില്ല. പിന്നെ ചില പഠനങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മെക്കോക്ക് മങ്കീസ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് മങ്കീസാണ്. അത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെക്കോക്ക് മങ്കീസ് കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുമ്പം നമ്മൾ അവരുടെ BP, അവരുടെ പൾസ് റേറ്റ്, അവരുടെ ഹാർട്ട് ബീറ്റ്, അവരുടെ സ്വെറ്റിംഗ്, അങ്ങനത്തെ പല ഈ സ്ട്രെസ് സിംറ്റംസിൻ്റെ പല റെക്കോർഡിങ്സ് ചെയ്യുമ്പം കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, മങ്കിയുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വരണമെങ്കിൽ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം വ്യത്യാസം വരാം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൊതുവെ മനഃശാസ്ത്ര ആരോഗ്യ വിദഗ്ധർ പറയാറ് മിനിമൈസ് എനി സെപ്പറേഷൻ ഇൻ ചൈൽഡ്ഹുഡ് ഫ്രം യുവർ പേരൻസ് ആസ് മച്ച് ആസ് പോസിബിൾ. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഡു നോട്ട് സെപ്പറേറ്റ് യുവർ ചിൽഡ്രൻ ഫ്രം യു. പല പ്രാവശ്യം ഈ ഈ 2 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർ അമ്മ അപ്പൻ്റെ നിന്ന് ദൂരെ ആയിപ്പോയാൽ ഇത് ഞാൻ പല പ്രാവശ്യം പേരൻസ് വന്ന് എന്നോട് ഇത് പറയുകയും ചെയ്തു, മനസ്സിൽ ദുഃഖിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ that is the reaction of a child. നമുക്കത് we have to avoid the situation rather than cry over why that situation happened. പ്രിയപ്പെട്ടവരെ, ഈ 2 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേരെ പലയിടത്തും ഇത് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ട്രെൻഡായിരിക്കുക. ദൂര പഠനങ്ങൾക്കോ അല്ല ജോലിക്ക് വേണ്ടിയിട്ട് മക്കളെ ജനിച്ച കഴിഞ്ഞ കുറച്ച് മാസത്തിനകം തന്നെ അവരുടെ പേരൻസിൻ്റെ വീട്ടിലുള്ള ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലുള്ള അല്ല അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുള്ള ആക്കിയിട്ടാണ് ദൂരെ പോകുന്നത്. ഈ ദൂരെ പോകുമ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയിലും ഈ അപ്പനും അമ്മയായിട്ട് ടച്ചില്ല. ഫോൺ വിളി എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് അതൊരു ഒരു രീതിയിലും അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ എന്നും കാണുന്ന ഒരാളെ ഫോൺ വിളിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ദൂരെ നിന്ന് മാസങ്ങൾ കുഞ്ഞിൽ നിന്ന് മാറി നിന്നിട്ട് ഫോൺ ചെയ്യാൻ നോക്കിയാൽ നടക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ തിരിച്ച് വിദേശത്തു നിന്ന് വരുമ്പം അവർ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെല്ലുമ്പം പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഒരു വികാരം കാണിക്കില്ല. പല രീതിയിലാണ്. ഒന്ന്, ഒരു വികാരം കാണിക്കത്തില്ല, സന്തോഷവും കാണിക്കത്തില്ല, കരയാറും ഇല്ല. 2, ചിലപ്പോൾ അവർ കണ്ണിൽ നിന്ന് കണ്ണ് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പനും അമ്മയുടെ കണ്ണിലോട്ട് അവർ നോക്കത്തില്ല. അവരവരുടെ കളിയും അവരുടെ കാര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അപ്പനും അമ്മ പ്രതീക്ഷിക്കുന്ന കുഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. കുഞ്ഞിനെ സംബന്ധിച്ച് ഇത് എനിക്കറിയാത്ത ഏതോ 2 വ്യക്തികൾ. ഇതിലൊരു മൂന്നാമത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം രാത്രി കുഞ്ഞിൻ്റെ അടുക്കാൻ വേണ്ടിയിട്ട് അപ്പനമ്മ ഇപ്പോൾ കുഞ്ഞിനെ കൂടെ കടത്തിയാൽ പോലും പല കേസുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പനമ്മ പറയും, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മയങ്ങാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് എറിഞ്ഞിട്ട് തിരിച്ച് വലിയമ്മയുടെ അമ്മ അല്ലെ ആൻറ്റിയുടെ അടുത്തൊക്കെ പോയാൽ കടന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിനെ ഒരു രീതിയിലും ഇവരെ സ്വന്തം അപ്പനും അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത പ്രായം. ഇങ്ങനെ ചില ബിഹേവിയേഴ്സ് പിള്ളേരെ കാണിക്കുമ്പം പല പേരൻസ് തെറ്റിദ്ധരിക്കുന്നത് അത് കുഞ്ഞിനെ അവരുടെ ആവശ്യമില്ല, കുഞ്ഞ് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കുഞ്ഞിന്
ഒരു വിഷയം അല്ല പ്രിയപ്പെട്ടവരെ. അത് കുഞ്ഞിനെ അത്രമാത്രം ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ പല രീതിയിലും കുഞ്ഞിൻ്റെ ആ ഒരു ബന്ധം പുലർത്താനായിട്ട് ഒരു ശ്രമം നടത്തണം. കുഞ്ഞിൻ്റെ അടുത്തോട്ടിരുന്ന് പല രീതിയിൽ കുഞ്ഞിലോട്ട് അടുക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തണം. ഇനി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു അമ്മയുടെ പ്രസൻസ്, ഒരു അമ്മയുടെ ആ ഒരു കുഞ്ഞ് തീരെ കുഞ്ഞിനാളത്ത് അപ് ടു ദ ഏജ് ഓഫ് 3.5. അപ്പം വാട്ട് ഹാപ്പൻസ്, സംടൈംസ് മദേഴ്സ് ഡൈ അല്ലേ. ദൈവം ചില അമ്മമാരെ തിരിച്ച് സ്വർഗത്തിലോട്ട് വിളിക്കും. പക്ഷെ അവിടെ സാധാരണ ഒരു വളരെ അതേപോലെ ഒരു അമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വരുവാണെങ്കിൽ കുറേയേറെ അമ്മ പോയതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് അവിടെ കൗണ്ടറാക്റ്റഡ് ആവും. ഈ അമ്മ മരിക്കുന്നതും അമ്മ ദൂരെ പോകുന്നതിൽ തമ്മിൽ പിള്ളേരുടെ കാഴ്ചപ്പാടിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്ന് പ്രിയപ്പെട്ടവരെ, പിള്ളേർക്ക് അവരുടെ അമ്മ ഈശോയുടെ അടുത്തോട്ട് പോയി എന്ന് പറയുമ്പം പതുക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അവർക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വലിയൊരു എന്താ പറയുക, ഐഡിയലൈസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം. But when a mother is gone away for work or gone far away where mother is not getting in touch with the child regularly, എന്ത് പറ്റും? കുഞ്ഞിനൊരു സെൻസ് ഓഫ് റിജക്ഷൻ ആണ്. Am I not so good that my mother does not want to be with me? അതാണ് കുഞ്ഞിൻ്റെ ഒരു ഫീലിംഗ്. കുഞ്ഞത് വാക്കിനാൽ പറയാൻ പറ്റില്ല, കുഞ്ഞിനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിനൊരു സെൻസ് ഓഫ് റിജക്ഷൻ ആയിട്ടാണ്, ഒരു തിരസ്കരണം കിട്ടിയതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അടുത്തത്, പല പ്രാവശ്യം ചില അമ്മമാർ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച കുട്ടികളാകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, അയ്യോ എനിക്ക് കുഞ്ഞിനെ പിടിച്ചാൽ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് വീണു പോകും, ആദ്യത്തെ കുഞ്ഞായിരിക്കാം. ഒരു രീതിയിലും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, കുഞ്ഞായിട്ട് ഇടപെടാനായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നിട്ട് അപ്പോൾ എന്ത് പറ്റും, വലിയമ്മച്ചിയായിരിക്കും വന്ന് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആൻറ്റി ആയിരിക്കും എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ എന്താ പ്രശ്നം, കുഞ്ഞിന് ആ അമ്മയുടെ സ്പർശനം കിട്ടേണ്ടതൊക്കെ അങ്ങ് മിസ്സായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്ക് കോൺഫിഡൻസ് കിട്ടാനും ഈ കുഞ്ഞിന് അമ്മയുടെ സ്പർശനം കിട്ടാനായിട്ട് രണ്ടുപേർക്കും അത്യാവശ്യമാണ്. ആ അമ്മ കുഞ്ഞിനെ പതുക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചേ തീരൂ. അല്ലാതെ വലിയമ്മച്ചി വന്ന് എല്ലാം കൂടെ ഏറ്റെടുക്കുമ്പോഴത്തേക്കാണ് എന്താ പറ്റുക, ഈ കൊച്ചിന് ആ അമ്മയോടുള്ള ആ ഒരു ബോണ്ടിങ് കുറയും. വലിയമ്മച്ചിയോടുള്ള ബോണ്ടിങ് വന്നിട്ട് ലേറ്റർ ഓൺ വലിയമ്മച്ചി അല്ല കൊച്ചിനെ വളർത്തുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്കിന് കുട്ടിക്ക് അമ്മേനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരും. അടുത്തത്, ജോലി ചെയ്യുന്ന അമ്മമാർ എന്ന് പറഞ്ഞാൽ രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ അമ്മമാർ തിരിച്ചു വരുമ്പം ധാരാളം സമയം വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് കുഞ്ഞിൻ്റെ കൂടെ ഇടപെടാൻ ശ്രമിക്കണം, ഏറ്റെടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഭയങ്കര ക്ഷീണമായിരിക്കാം, ജോലിയുടെ ചില രീതികളായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് പെയിൻ എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടിയാൽ പോലും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിന് നാളെ നമുക്ക് മനസ്സിലാവും ആ വേദനയിൽ കൂടെ ചില eternal bonds are formed, bonds that will help the child in future. So we need to take that extra trouble. കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ആദ്യത്തെ ഒരു വർഷം ഏറ്റവും മിനിമമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യാം. നമുക്ക് ഈ ഓവർ ടൈമും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. ആ ഓവർ ടൈമിൽ നിന്ന് കിട്ടുന്ന പൈസനെ കാട്ടി വലിയൊരു നഷ്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ കുഞ്ഞിന് സമയം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കിന്. നമ്മളിപ്പം ഒരു മിനിസ്ട്രി വർക്കിലാണ്, നമ്മൾ കുറച്ച് സോഷ്യൽ വർക്കിലാണ്, നമുക്കൊത്തിരി സോഷ്യൽ വിസിറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കാം. ഇതെല്ലാം ഒരു പക്ഷേ കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതികളിൽ എല്ലായിടത്തും ആ ഏരിയാസിൽ മാത്രം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അടുത്തത്, അഥവാ നമുക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്കും 4-5 മണിക്കൂറല്ല, 8, 10, 12 മണിക്കൂർ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും, വേർ ദ ബേബി ക്യാൻ ബി കെപ്റ്റ് ഇൻ സം ലോക്കൽ ഡേ കെയർ, വേർ ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഇടയ്ക്കും അമ്മയ്ക്ക് പോയി കുഞ്ഞിനെ സമീപിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആളെ കൂടെ വെച്ച് ചെയ്യണം. എൻ്റെ ചില ഡോക്ടർ ഫ്രണ്ട്സ് ഈ രീതിയിൽ ചെയ്തപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞു എന്ത് വ്യത്യാസമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവർ കൂടെ ഒരാളെയും കൂടെ കൊണ്ടുവന്ന് ഡ്യൂട്ടിയും എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയപ്പോഴത്തേക്കിന് ആ വ്യത്യാസം കുഞ്ഞിനിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത്, വേണ്ടി വന്ന നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റും പറ്റുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്യേണ്ടി വരും.
എൻ്റെ തന്നെ അറിവിൽ എൻ്റെ തന്നെ ചില സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അവർ ജോലി വളരെ ഡിഫിക്കൽട്ട് അവേഴ്സ് ആയിരുന്നപ്പം വേണ്ട, ഒരു വർഷത്തേക്ക് ഈ രീതിയിലുള്ള പൈസ വേണ്ട, നമ്മൾ ചുരുക്കി ജീവിക്കാം, നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് എത്രയോ പേർ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു ചലഞ്ചാണ്. എന്താന്ന് പറഞ്ഞാൽ പല കുട്ടികൾ ജോലി ചെയ്ത് കുട്ടികൾ ശീലമുള്ളവർ ഇത് ഭയങ്കര ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് ജോലിക്ക് പോകാതിരിക്കുമ്പം. 2, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. 3, അവർക്ക് ചിലപ്പോൾ തോന്നും ഞാൻ എൻ്റെ പഴയ ജോലിയെല്ലാം മറന്നു പോവുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഡൗട്ടൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഈശോയുടെ അടുത്തോട്ട് നമ്മൾ ഫോക്കസ് മാറ്റുക. ഇത് ദൈവിക വിളിയാണ്. മാതൃത്വം പിതൃത്വം ഒക്കെ ദൈവിക വിളിയാണ്. ആ വിളിയിലോട്ട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോഴത്തേക്കിന് ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. അത് ഉറപ്പാണ്. ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് ഇങ്ങനെ, ധാരാളം എക്സാമ്പിൾസ് വേർ പേരൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിസ്കസ് ചെയ്തിട്ട് ആദ്യത്തെ 1.5 വർഷം ദേ ഹാവ് ഇൻവെസ്റ്റഡ് ഫോർ ദ ചൈൽഡ് സോ ദാറ്റ് അവർക്ക് അവരുടെ ടോട്ടൽ ബാങ്ക് ബാലൻസ് കുറഞ്ഞെങ്കിൽ പോലും അവർക്ക് നിധിയാണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റ് വാസ് മോർ ഹെൽത്തി. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു, ഈ കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നുന്നെങ്കിൽ ഹസ്ബൻഡും വീട്ടുകാരെല്ലാം ഒരു ലവിങ് സപ്പോർട്ട് കൊടുക്കണം. പല വീടുകളിലും നേരെ മറിച്ച് ജോലിക്ക് പോ എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ അറിയാം കുഞ്ഞിന് എൻ്റെ ആവശ്യമുണ്ട്, പക്ഷെ വീട്ടിലെ പ്രഷർ കാരണം അവസാനം ജോലിക്ക് പോകേണ്ട ധാരാളം കുട്ടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളുടെ നന്മ നമ്മൾ മനസ്സിൽ കാണുവാണെങ്കിൽ ഷോർട്ട് വർക്കിംഗ് അവേഴ്സ്, or if they are very long working hours, have a replacement. Or if you cannot get a replacement, think of having a break in your job and get this. Our loving husband inde our loving സംരക്ഷണവും സപ്പോർട്ടും കൂടെ വലിയ രീതിയിൽ ഈ കുടുംബത്തിനെ സഹായിക്കും, ഈ പെൺകുട്ടിയെയും സപ്പോർട്ട് ചെയ്യും. അവസാനം, ഇഫ് വൺ പേരൻറ്റ് വേറൊരു രീതിയിലും നമുക്ക് നിവർത്തിയില്ല, ചില പ്രശ്നങ്ങളും കാരണങ്ങൾ കൊണ്ട് ചിലപ്പം ഒരാൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ പോലും തീരെ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ഇവരായിട്ടൊരു ടച്ച് വേണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ വെക്കണം. കുഞ്ഞിനെ ഭയങ്കര സ്നേഹത്തോടെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് പോകുന്ന പേരൻറ്റിൻ്റെ ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഓറിയൻറ്റ് ചെയ്യുക. കുഞ്ഞിനെ എൻകറേജ് ദ ചൈൽഡ് ടു ടോക്ക് ടു ദാറ്റ് ഫോട്ടോഗ്രാഫ്, എൻകറേജ് ദ ചൈൽഡ് ടു ഗിവ് എ ഗുഡ് നൈറ്റ് കിസ്. രാത്രി ഉറങ്ങുന്ന മുമ്പേ ഒരു കുഞ്ഞു ഉമ്മ കൊടുക്കാനായിട്ട്. ഈ ദൂരെ ചിലപ്പോൾ ഭർത്താവ് ദൂരെ ആയിരിക്കും, ഭാര്യയും മക്കളും ഇവിടെ നാട്ടിലായിരിക്കും. ഈ രീതിയിൽ കുട്ടികൾക്ക് അപ്പനായിട്ട് ആ ഒരു ബന്ധം തുടരായിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ എത്രയോ കുട്ടികൾക്ക് തിരിച്ച് അപ്പൻ 1.5 വർഷം 2 വർഷം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അവർക്ക് അപ്പൻ ഒരു സ്ട്രേഞ്ചർ, അവർക്ക് അസ്വസ്ഥതയാണ്. പല പ്രാവശ്യം അവർക്ക് വെറുപ്പ് വരും. എന്താന്ന് പറഞ്ഞാൽ അത്രയും നാൾ അമ്മ അവരെ ശ്രദ്ധിച്ചത് ഇപ്പം അമ്മ അപ്പനെയും കൂടെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നു. ഈ അറിയാത്ത ആളെ ഇപ്പം ഇത്രയും ശ്രദ്ധിക്കുന്നു എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമേ ഈ അമ്മയുടെ കടമയാണ് ഈ അപ്പനായിട്ടുള്ള ആ ഒരു ടച്ച് പിള്ളേർക്ക് എപ്പോഴും പുലർത്തണം. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഇൻ്റർനെറ്റ് വഴിയും വീഡിയോ ക്യാം വഴിയൊക്കെ നമുക്ക് ഇതൊരു ലൈവ് എക്സ്പീരിയൻസ് ആക്കാം പിള്ളേരോട്. അവർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവർ എഴുന്നേറ്റ് അങ്ങ് ഓടുമായിരിക്കും, പക്ഷെ അവർക്ക് എവിടെയോ ഒരു ടച്ച് ഉണ്ട്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്. പിന്നെ ഇങ്ങനെ ദൂരെ നിൽക്കുന്നവർ എത്ര പെട്ടെന്ന് കുടുംബത്തിനെ ഒരുമിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യണം. ഒരു പക്ഷേ ഇച്ചിരൂടെ പൈസ കുറവുള്ളൊരു ജോലിയായിരിക്കാം, അങ്ങോട്ട് മാറേണ്ടി ഒരു ചിലപ്പോൾ ഡെസിഷൻ എടുക്കേണ്ടി വരും. ചിലപ്പം കുറച്ച് നാൾ നാട്ടിൽ ഇച്ചിരൂടെ ചെറിയ ശമ്പളത്തിലായിരിക്കും ചിലപ്പം നിൽക്കേണ്ടി വരുന്നത്. എന്നാൽ പോലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ ചില സാക്രിഫൈസസ് ചെയ്യുന്ന വേർത്താണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിലായിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ കൂടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നവർ, മെഡിക്കൽ സ്റ്റുഡൻസ്. അവർ പറയുമായിരുന്നു, പ്രിയക്ക് എന്തൊരു താല്പര്യം വീട്ടിൽ ഓടി എത്താനായിട്ട് അവധികൾ വരുമ്പോഴത്തേക്കിന്. ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനേ തോന്നത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ അല്ലായിരുന്ന നമ്മുടെ ഡാഡിയും മമ്മിയും ഇപ്പം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ശരിക്കും ഡാഡി മമ്മി നമ്മുടെ ആൻറ്റി തന്നെയാണ്, ആൻറ്റിയാണ് ഞങ്ങൾ വളർത്തിയെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ഇത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരൊരു കാര്യം പറഞ്ഞത് എന്നെ ഒത്തിരി സ്പർശിച്ചു. എത്ര ഡാഡി മമ്മി സമ്പാദിച്ചാലും എത്ര സുഖങ്ങൾ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡി മമ്മിയുടെ സാന്നിധ്യമായിരുന്നു വലുത്, ഞങ്ങൾക്ക് അതായിരുന്നു വേണ്ടിയത് എന്ന് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ കൊച്ചു കുട്ടികളോടും വലിയ കുട്ടികളോടും ഒക്കെ നമ്മൾ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോഴത്തേക്കിന് കേൾക്കുന്ന അവരുടെ ഒരു വലിയ വിഷമം ഇതാണ്, അവരുടെ പേരൻസ് ദൂരെ ആയിരിക്കുമ്പം. പേരൻസ് കുറച്ച് ദൂരം ഇങ്ങനെ വീക്കെൻഡിന് വരാൻ പറ്റുന്നു, വീക്ക് ഡേയ്സിന് വരാൻ പറ്റുന്നു, എല്ലാ ദിവസവും തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ 1 വർഷം 1.5 വർഷം ദൂരം നിൽക്കുന്നു. എനിക്കറിയാം പല പേരൻസ് കരഞ്ഞ് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു വീഴുമ്പം ഒന്ന് തടവി കൊടുക്കാൻ ഒരു ബാൻഡേഡ് ഇടാനോ, ഞങ്ങളുടെ കൊച്ചു ആനുവൽ ഡേ സ്കൂൾ ഡേക്ക് വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റാത്തതിൻ്റെ വേദനയൊക്കെ എന്തുമാത്രം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഐദർ വി മസ്റ്റ് ടേക്ക് അവർ ചിൽഡ്രൻ വിത്ത് അസ്, or maybe we must postpone that house we want to make or so many other things so that we can be one as a family as much as possible. It is not possible എപ്പോഴും. ചില പ്രൊഫഷൻസ് തന്നെ ദൂരെ മാറി നിൽക്കേണ്ട പ്രൊഫഷൻസ് തന്നെയാണ്. ഇപ്പം ആംഡ് ഫോഴ്സസോ അങ്ങനെയൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളുള്ളപ്പം ദൂരെ നിൽക്കുന്ന പേരൻറ്റും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി ഒറ്റയ്ക്ക് ബാക്കി കുട്ടികളെ വളർത്തി കൊണ്ടുവരുമ്പോഴേ വളരെ സ്ട്രെസ്ഫുള്ളാണ് ഒറ്റ പേരൻ്റായിട്ട് പിള്ളേരെ വളർത്തുന്നത്. അപ്പം ഈ ദൂരെ നിൽക്കുന്ന പേരൻറ്റും വേണ്ടി വന്ന ഫോട്ടോയുടെ മുകളിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചോ, ചിലപ്പം അല്ലാതെ സങ്കല്പിക്കാൻ പാടാണെങ്കിൽ ഈ രീതിയിലും പ്രാർത്ഥിക്കുക. ഇവർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, ഇവർക്ക് എന്തൊക്കെ മുറിവുകൾ, ഈ ഒരു മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു അപാകത എന്തൊക്കെയുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് ഇത് കഴുകിപ്പോവാൻ. ഈശോനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴത്തേക്കിന് വലിയ ഹീലിംഗ് സംഭവിക്കാറുണ്ട്. എൻ്റെ കൂടെ ചില ഫ്രണ്ട്സൊക്കെ ഈ ഒരു ഹീലിംഗിൽ കൂടെ വന്നുകൊണ്ടാണ് ശരിക്കും ആ ഒരു അപ്പനമ്മ മാറി നിന്നതിൻ്റെ ആ കുറവ് ഉണ്ടെങ്കിൽ പോലും അവരെ ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാൻ പറ്റുന്നത്. 3, നമുക്കൊരു പക്ഷേ ഒത്തിരി ഫൈനാൻഷ്യൽ ഉത്കണ്ഠ, പൈസേനെ പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെ ഇരുന്ന് വചനം ധ്യാനിച്ച് ഈ ഉത്കണ്ഠ എല്ലാം ഈശോയുടെ കാൽക്കേ കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉത്കണ്ഠ ഉള്ളിടത്തോളം നമ്മളെപ്പോഴും കുടുംബത്തിനെ സെക്കൻഡാക്കി പൈസേനെ ഫസ്റ്റ് ആക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അടുത്തത്, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് സൗഖ്യം കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളായിരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയത്. അപ്പനമ്മ ദൂരെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പനമ്മയെ നമുക്ക് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവരും വേദനിച്ച ഘട്ടങ്ങൾ ധാരാളം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവരെ ഫോർഗിവ് ചെയ്യുക. ദാറ്റ് അവരുടെ അറിവില്ലായ്മയിൽ പല പ്രാവശ്യം ഇങ്ങനത്തെ ചില ഈ സെപ്പറേഷൻ സംഭവിച്ചു കാണും. 2, നമ്മൾ നമ്മളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. മൈ ഗോഡ് ഈസ് മൈ ഹീലർ. No one else can heal you as beautifully as Jesus Christ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഘട്ടം, ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നു. ദൂരെ ആയിരിക്കുന്ന ഘട്ടങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരുന്നിട്ട്, ഇപ്പം നിങ്ങൾ ദൂരായിരിക്കുന്ന പേരൻസ് അല്ലായിരിക്കും, ദൂരായിരിക്കുന്ന പേരൻസിനെയും അവരുടെ മക്കളെയും നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സൗഖ്യവും ഒരു കുടുംബം അവിടെ പണിത് ഉയർത്ത് വരാനായിട്ട്. പ്രിയപ്പെട്ടവരെ, യു ആർ വണ്ടർഫുൾ പേരൻസ് ആൻഡ് യുവർ പ്രസൻസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു യുവർ ചിൽഡ്രൻ. സോ ലെറ്റ്സ് മേക്ക് ഡിസിഷൻസ് ആസ് മച്ച് ആസ് പോസിബിൾ to keep our children with us. Grandparents, encourage your children to keep their children with them. Nannu.